പ്രൈസരോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഞാൻ എല്ലാ ദിവസവും എന്തിനായി അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത് എന്ന് പറയുന്നത്? വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം വാക്യം തൊട്ട് വെളിപ്പാട് പുസ്തകം അവസാനം വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നതും നമുക്ക് വളരെ ആത്മീയ ഉത്തേജനം നൽകുന്നതും എല്ലാറ്റിനേക്കാൾ ഉപരി സർവ്വജ്ഞനായ ദൈവം നമ്മോട് സംസാരിക്കുന്നതുമായ വചനമായതുകൊണ്ടാണ് ശ്രേഷ്ഠ വചനം എന്ന് പറയുന്നത്. കാരണം എനിക്ക് വചനത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് പറയാൻ കാരണം, പണ്ടേ ഞാൻ 6 അടി മണ്ണിൽ കൃമിക്കിരയായി പോകേണ്ട ഞാനെ നിലനിർത്തിയതും ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നതും നിത്യജീവനെ കുറിച്ച് ബോധ്യപ്പെടുത്തിയതും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചത്, അനുസരണം എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചത് വചനമാണ്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. എന്ന് പറയുമ്പോൾ മറന്നു കളഞ്ഞാൽ എൻ്റെ ദൈവത്തെ മറക്കുന്ന പോലെയാണ്. അല്ലേ? ഇവിടെ നമ്മൾ വായിച്ച് ഇസ്ഹാക്കിനോടുള്ള ഒരു ദൈവിക അരുളപ്പാണ്. യഹോവ അവന് പ്രത്യക്ഷം, നീ മിസ്രൈമിലേക്ക് പോകരുത്, അല്ലേലിയ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ഇവിടെ ഇസ്ഹാക്കിന് ദൈവം പ്രത്യക്ഷമായതുപോലെ നമുക്ക് ദൈവ പ്രത്യക്ഷത വെളിപ്പെടാൻ, ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക എന്ന് പറഞ്ഞ പോലെ ആ വചനം കേൾക്കുമ്പോൾ നമുക്ക് അനുസരിക്കുവാൻ കഴിയണം. പ്രൈസ്. ഈ ലോകത്തിൽ എല്ലാ നേട്ടങ്ങളെക്കാൾ വലിയ നേട്ടമാണ് അനുസരണം എന്നുള്ളത്. അല്ലേ? നമ്മൾ അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തും പരാജയപ്പെടത്തില്ല. അനുസരണമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം കഷ്ടതയിലേക്ക് പോകുന്നത്. ഇപ്പൊ കർത്താവ് പറയുന്നത്, നീ ഇസ്ഹാക്കിന് പറയുക, നീ വിശേഷമായിട്ട് അല്ലേറിയ വിശേഷത ഒക്കെ അനുഭവിക്കേണ്ടവനാണ്, നന്മ അനുഭവിക്കേണ്ടതാണ്. അത് നിനക്ക് 100 മടങ്ങായിട്ട് തരും, 100 ഇരട്ടിയായിട്ട് തരുന്നത്. അല്ലേറിയ നീ വിതയ്ക്കുമ്പോഴും നീ കൊയ്യുമ്പോഴും എല്ലാം നിനക്കത് ഫലം പുറപ്പെടുവിച്ച് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നിന്നെ നടത്തിക്കൊണ്ടു പോകാൻ ശക്തനും പ്രാപ്തനുമാണ് ഞാൻ. കാരണം നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് ഞാൻ. അല്ലേറിയ പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ വിതപ്പാൻ ചൊല്ലി പുറപ്പെട്ടു, വഴിയരികെ പാറസ്ഥലത്ത് മുള്ളിനടിയിൽ ഒക്കെ വിതച്ചു. അതെല്ലാം അത് പ്രയോജനപ്പെട്ടില്ല. എന്നാൽ നല്ല നിലത്ത് വിതച്ചതെങ്കിൽ 100 മേനി വിളവ് കിട്ടിയെന്ന് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. അല്ലേലിയ. അപ്പൊ നമ്മളെപ്പോഴും ദൈവവചനം കേട്ട് നല്ല നിലത്ത് വിത്ത് വിതയ്ക്കുന്ന ഒരു കർഷകന്റെ ജീവിതം പോലെ ആയിരിക്കണം നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തികളും ചിന്താഗതികളും അങ്ങനെ ആയിരിക്കണം എപ്പോഴും. ദൈവം എന്തു പറയുന്നു അത് മാത്രമേ നമ്മൾ ചെയ്യാവൂ. നീ ആ വഴിക്ക് പോകരുത് എന്ന് പറഞ്ഞ് പോകരുത്. നീ നിൽക്കുന്ന ദേശത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞ് നമ്മളത് ചെയ്യണം. എൻ്റെ ഏരിയ ഞാനത് പൂർണ്ണമായിട്ടും പാലിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ദൈവം പറയുന്നത് മാത്രം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്യുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പലപ്പോഴും നിങ്ങളെപ്പോലെ എനിക്കും വീഴ്ചകളൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തോട് മാപ്പ് പറയുക, കർത്താവേ, അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുവാൻ എന്നെ ഒരുക്കിയെടുക്കണമേ, അനുസരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്കത് ലജ്ജയില്ല പറയാൻ. കാരണം അനുസരണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രൈസലോ. ഭൂമി മനുഷ്യനേക്കാൾ ഉപരിയായി നമ്മൾ ദൈവത്തെ അനുസരിക്കണം. പ്രൈസലോ. ഇപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല നിലത്ത് വിതച്ച വിത്തുകൾ എന്ത് ചെയ്തു? അത് വളർന്നു. അതിനെ മറ്റൊന്നിനും ഞെരുക്കിക്കളയാൻ കഴിഞ്ഞില്ല. അല്ലേരിയ അത് വളർന്ന് നല്ല ഫലം കൊടുത്തു. എങ്ങനെ? 30, 60, 100 മേനി കൊടുത്തത്. അതുപോലെ തന്നെ നീ മിസ്രൈമിലേക്ക് പോകരുത് ഇസ്ഹാക്കേ, നീ ദേശത്ത് പാർക്കുന്ന അവിടെ തന്നെ നീ ഉറച്ചു നിൽക്കാം. നിന്റെ കയ്യിലെ വിത്തും നീ വിതയ്ക്കുന്നതും അത് 100 മേനിയായിട്ട് തരാൻ എനിക്ക് കഴിയും. അല്ലേരിയ. അപ്പൊ ഇത് സ്തോത്രം. അല്ലേരിയ ഈ ഇസ്ഹാക്ക് അനുസരിച്ചെന്നുള്ളതാണ്. അല്ലേരിയ ഈ എല്ലാവരുടെയും വിത ഒരുപോലെ പ്രയോജനപ്പെടണമെന്നില്ല കേട്ടോ.
ഇപ്പൊ നമുക്ക് ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്, ഒരു സ്കൂളിൽ ആമീൻ പോകുന്ന കുട്ടികൾ, ഓരോ ക്ലാസ് റൂമിലും 40-50 കുട്ടികളൊക്കെ കാണും. അപ്പൊ വിവിധ അധ്യാപകർ വന്ന് ഓരോ സബ്ജക്റ്റുകൾ എടുത്ത് അവരെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളെല്ലാം ആ സ്കൂളിലെ ക്ലാസ്സിലെ കുട്ടികൾ അത് കേൾക്കുന്നു, പഠിക്കുന്നു. എന്നാൽ എല്ലാ കുട്ടികളും ഒരുപോലെ മാർക്ക് മേടിക്കണമെന്നില്ല. എല്ലാ കുട്ടികളും 100-100 മാർക്ക് മേടിക്കണമെന്നില്ല. ചിലരൊക്കെ 100-100 വാങ്ങുന്നു, ബാക്കിയുള്ളവരെല്ലാം പിന്നോക്കമായിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? 100-100 മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ചിന്ത എന്തായിരിക്കും? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിനകത്ത് 100-100 വാങ്ങണമെന്നാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ അധ്യാപകരെ അനുസരിക്കാതെ നമ്മൾ ആ പഠനത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ ഉദാസീനതയോടെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം ചെയ്യും, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ ചിന്തിച്ച് പലരും മുന്നോട്ട് പോയി ആ പഠനത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. 100-100 മാർക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അല്ലേ? നമുക്കിവിടെ പരിജ്ഞാനപൂർത്തിയാണ് ആവശ്യം. പരിജ്ഞാനം. നമ്മള് പ്രവാചക പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്, എന്റെ ജനം പരിജ്ഞാനമില്ല എന്ന് നശിച്ചു പോകുന്നു. എല്ലാത്തിനും പരിജ്ഞാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ വിജയസാധ്യതയുള്ളൂ. പ്രൈസ്. നമ്മുടെ ദൈവം പരിജ്ഞാനം നമുക്ക് നൽകുന്ന ദൈവമാണ്. സദൃശവാക്യം 1-7 വാക്യൊക്കെ വായിക്കുമ്പോൾ എന്താ കാണുന്നത്? യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പൊ ഈ ഇസ്ഹാക്ക് എന്ന് പറയുന്ന വ്യക്തി ദൈവഭക്തിയിലും ദൈവികമായ ജ്ഞാനത്തിലും ദൈവിക അനുസരണത്തിലും ജീവിച്ചയാളാണ്. അതുകൊണ്ട് ദൈവം പറയുന്നതിനകത്ത് അദ്ദേഹം എപ്പോഴും ഉറച്ചു നിന്നു. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ ദൈവം പറയുന്നതിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ മക്കളെ ആ നിലയിൽ വളർത്തിയെടുക്കണം. അതിന്റെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ കഴിയണം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കണം. പ്രൈസലോ. ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകക്കാരുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നതെങ്കിലും നമ്മൾ ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇടപെടുമ്പോഴും എല്ലാം നമ്മളൊരു ആത്മീയതയുടെ നിറവിൽ നിന്ന് നമ്മൾ സംസാരിക്കാവൂ. നമ്മുടെ വാക്ക് പെരുകുന്ന ലംഘനം ഉണ്ടാകുന്ന പറഞ്ഞാലേ നമ്മൾ പലതും കണ്ടില്ലെന്ന് വെക്കണം, കേട്ടില്ലെന്ന് വെക്കണം, പലതും നമ്മൾ കാണാതെ പോകണം. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലേക്ക് പോകരുത് ഒരു കൽപ്പനയാണ്, അല്ലേ? ദൈവം നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. നീ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക്, ഇതിന്റെ പാപ സ്വഭാവത്തിലേക്ക് പോകരുത്. അല്ലേ? നിന്റെ കഴിഞ്ഞകാല ജീവിതം നോക്കിയാൽ അനധികൃതമായി പാപസംബന്ധമായ ഒരുപാട് ദുഷ്ടം നിറഞ്ഞ ജീവിതമായിരുന്നു. നിന്നെ ഞാൻ മടക്കി കൊണ്ടുവന്ന് നിന്നെ ഈ വിശുദ്ധ പദവിയിൽ നിർത്തിയിരിക്കുന്നത്, എനിക്ക് രാജകീയ പുരോഹിത വർഗമാക്കി ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ നീ ഇനി പഴയ മിസ്രൈമിലേക്ക് പോകരുത്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ദൈവത്തെ അനുസരിക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിലൂടെ ഇസ്ഹാക്കിലൂടെ ഈ ദൈവവചന ഭാഗത്തോടെ മനസ്സിലാക്കാൻ കഴിയും. എന്താ നമ്മൾ 26:2 വായിച്ചത്? ഉൽപ്പത്തി. യഹോവ അവര് പ്രത്യക്ഷമായി അരുളിച്ചെയ്തെന്നാൽ നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. എന്നിട്ട് പറയുകയാണ്, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും ഞാൻ തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അല്ലേലിയ. ദൈവം പിന്നെ പറയാ, നീ ഇവിടെ ദേശത്ത് പാർക്കണം, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, അവരുടെ സന്തതികളെ അനുഗ്രഹിക്കും, ഈ ദേശം ഞാൻ നിനക്ക് തരും. അങ്ങനെയൊക്കെ ഒരാൾ നമ്മോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷമാണ്. അല്ലേലിയ. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 26-4-5 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും. ഇസ്ഹാക്കിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാം ദൈവത്തിന്റെ നിയോഗങ്ങളും ചട്ടങ്ങളും അല്ലെങ്കിൽ പ്രമാണങ്ങളും ആചരിച്ചു. അതുകൊണ്ട് ഇസ്ഹാക്ക്, ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും. എങ്ങനെയാണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അല്ലേലിയ വർദ്ധിപ്പിക്കും. നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഒറ്റ അനുസരണം ഇസ്ഹാക്ക് ജീവിതത്തിൽ വന്നപ്പോൾ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം കൊടുത്തത്.
അത് ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങൾ പറയുന്നുണ്ട് എന്നെ ഇതുവരെയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല, എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല, എനിക്കൊരു സന്തോഷം കിട്ടിയിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും മറുപടിയില്ല എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും പിറുപിറുക്കാറുണ്ട് എന്നെ പോലെ. അല്ലേ, എന്നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദോഷമില്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവിക സമയത്തിന് വിട്ടുകൊടുക്കണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ അനുസരിച്ചുകൊണ്ട് കർത്താവിന്റെ നിയോഗങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും അബ്രഹാം അനുസരിച്ച് അബ്രഹാം ദൈവത്തിനെ കാത്തിരുന്നത് പോലെ ഞാൻ
മാതാപിതാക്കളെ അനുസരിക്കാതെ നീ പോയാൽ, ദൈവത്തെ അനുസരിക്കാതെ പോയാൽ, താൻ തോന്നിയ നീ ജീവിച്ചാൽ, യോവായിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ കടന്നു വന്നതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ദുരന്തങ്ങൾ കടന്നു വരും. നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട്, നിന്റെ സൗഖ്യത കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നിന്റെ കൂടെ നടന്നൊരു കൂടി വരും, നിന്റെ കൂട്ടുകാർ, നിന്റെ ഫ്രണ്ട്സ്, നിന്റെ ചങ്കെന്ന് പറഞ്ഞവരും നിന്റെ കൂടെ കാണത്തില്ല. നിന്നോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞ് നടന്നവര് പോലെ നിന്നോട് കൂടെ കാണുന്നതിനെ ചാതിവിൽ കൊണ്ട് യാഗപ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് പകൽ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്. ഇസഹാക്ക് ദൈവത്തെ അനുസരിച്ചതുപോലെ ദൈവത്തിന്റെ നിയോഗങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും ഒക്കെ അബ്രഹാം അനുസരിച്ചതുപോലെ തന്റെ മകനും അനുസരിച്ചു. അത് പിന്നത്തെ അനുഗ്രഹമായി മാറി. അതെ, നിങ്ങളും ആ അനുഭവത്തിലേക്ക് വരട്ടെ. അതുകൊണ്ട് എല്ലാവരും സ്തോത്രം. അവൻ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന ദാവീദ് 23-ാം സംഗീതം 6-ാം വാക്യം പറയുന്ന പോലെ നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ എന്താണ് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഹല്ലേലൂയ, രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ആദ്യം തന്റെ ലോകപ്രകാരമുള്ള മാതാപിതാക്കളെ അനുസരിച്ചിരുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോൾ വചനം ജഡമായി തീർന്നപ്പോൾ കൃപയും സത്യം നിറഞ്ഞവനായി വചനമായിരുന്നവൻ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൻ ജന്മം കൊണ്ട് ദൈവപുത്രനായിരുന്ന കർത്താവ് മനുഷ്യപുത്രനായി ഭൂമിയിൽ അല്ലെങ്കിൽ മറിയയുടെ ഉദരത്തിൽ ജനിച്ച് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ മറിയയ്ക്കും തന്റെ അമ്മയെ മറിയയ്ക്കും തന്റെ വളർത്തച്ഛനായി യോസേപ്പിനും യേശു ക്രിസ്തു അനുസരിച്ച് ജീവിച്ച് അവർ കീഴടങ്ങിയിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശു അനുസരിച്ച് നടന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായിട്ട് സമർപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായി യേശു പിന്നീട് സകലത്തിലും പിതാവിനെ അനുസരിച്ചു. ആദ്യ യേശു എന്നറിയത് മാതാപിതാക്കളെ അനുസരിച്ചു. പരിശുദ്ധാത്മാവിന്റെ നടപ്പിനായി സമർപ്പിച്ചു കൊടുത്തു. പിന്നീട് പിതാവായി ദൈവത്തെ അനുസരിച്ചു. ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ നിങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ സ്വഭാവം നിങ്ങൾ നിറയട്ടെ. ഇവിടെ ഇസഹാക്ക് യേശു ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തമാണ്. ഹല്ലേലൂയ. ഇസഹാക്ക് അബ്രഹാമിനെ അനുസരിച്ചതുപോലെ, ദൈവത്തെ അനുസരിച്ചതുപോലെ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച വചനത്തെ അനുസരിച്ച് നീ ജീവിക്കുന്നെങ്കിൽ നിന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം മാറും. ഹല്ലേലൂയ. അതെ, ദൈവം നിന്നെ പുതിയ പാതയിലേക്ക്, പുതിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ ഫിലിപ്പിലേഖനം 2-5 വാക്യമൊക്കെ വായിക്കും. ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങൾ ഉണ്ടാകട്ടെ. അത് ലോകത്തിന്റെ ഭാവമല്ല, ലോകക്കാരുടെ ഭാവമല്ല. ഇവിടുത്തെ നടന്മാരുടെ, ഇവിടുത്തെ ജനപ്രിയ നായകന്മാരുടെ, രാഷ്ട്രീയക്കാരുടെ ഭാവമല്ല നിനക്ക് വേണ്ടിയത്. ഇവിടുത്തെ മത നേതാക്കന്മാരുടെ ഭാവമല്ല, മറ്റാരുടെ ഭാവമല്ല, സാത്താന്റെ ഭാവമല്ല, പിശാചിന്റെ ഭാവമല്ല നിനക്ക് വേണ്ടിയത്. നിന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുയേശുവിന്റെ ഭാവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സകലത്തിലും നമ്മുടെ കർത്താവിനെ അനുസരിക്കണം, സകലത്തിലും കർത്താവിനെ ബഹുമാനിക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണം. അവൻ പറയുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ. അവൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും മാറിപ്പോകരുത്. നമ്മൾ ക്രിസ്തുവിനെ അനുസരിക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് യേശു മാതാപിതാക്കളെ അനുസരിച്ചു, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്. അവർ പിന്നത്തെ ഇതിൽ എന്താണ് ചെയ്തത്? ഫിലിപ്പി ലേഖനം 2-8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റു ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. ഹല്ലേലൂയ. കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശു ദൈവത്തെ മാതാപിതാക്കളെയും പരിശുദ്ധാത്മാവിനെയും പിതാവിനെ അനുസരിച്ചുകൊണ്ട് പിന്നത്തെ യേശുവിനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകന്റെയും ഭൂലോകന്റെയും അധോലോകന്റെയും മുഴങ്ങാനൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായി ദൈവത്തിന്റെ ഹല്ലേലൂയ മഹത്വത്തിനോ ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അത് അനുസരണമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയട്ടെ. ഞാൻ ദൈവത്തെ അനുസരിച്ച പിന്നാണ് എനിക്കൊരു മനുഷ്യനായി മാറാൻ കഴിയുന്നത്. അതിന് മുമ്പ് ഞാനൊരു മൃഗമായിരുന്നു. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ചോദിച്ചാലും പറയും. എനിക്കിതൊക്കെ ലക്ഷ്യം കൂടാതെ പറയാൻ കഴിയുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് ഒക്കെ ഞാൻ ചേർത്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. അനുഭവമുണ്ട് എനിക്ക് ഒരുപാട്. ആരുടെയും കോപ്പി അടിച്ചിട്ടോ ആരുടെയും കടമെടുത്തിട്ടോ ഒന്നും അല്ല എൻ്റെ അനുഭവങ്ങളെ ഞാൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. യഹോവ ഒരു പ്രത്യക്ഷനായി അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം.
ഹല്ലേലൂയ. ആമി അല്ലയോ ഈ ദേശത്ത് ആമയെ താമസിക്കുക. ഞാൻ നിന്നോട് കൂടിയിരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. എന്റെ പിതാവായ അബ്രഹാമിനെ താൻ സത്യം ചെയ്ത് നിവർത്തിക്കും. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും. നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും ഞാൻ കൊടുക്കും. ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതെ, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടതയെ മാറ്റും, സങ്കടത്തെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റുവാൻ, നിന്റെ പരാജയത്തെ, ദാരിദ്ര്യത്തെ മാറ്റുവാൻ, ഇല്ലായ്മയെ മാറ്റുവാൻ, ദൈവം നിന്നെ ഉയർത്തുവാൻ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, എന്റെ താഴ്ച നിന്നെ ഉയർത്തണമേ, എന്നെ രക്ഷിക്കണം. എന്റെ കടക്കന്, എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, എന്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ, ജോലിയില്ലായ്മ, എന്റെ മക്കൾ എല്ലാം ദൈവമേ വളരെ പ്രതിസന്ധിയുടെ ഞങ്ങൾ കടന്നു പോകണം. എന്റെ കുടുംബത്തെ ഉയർത്തണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി അബ്രഹാമിനെ അനുസരിച്ച് ഇസ്ഹാക്ക് യഹോവയെ അനുസരിച്ചതുപോലെ കർത്താവ് ഈ ദിവസങ്ങളിൽ യേശു കർത്താവ് ഭൂമിയിലെ മാതാപിതാക്കളെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പിതാവിനെ അനുസരിച്ച്, പിന്നെ തീയതിൽ സകലത്തിലും മേലായ നാമങ്ങൾ ഉയർത്തിയതുപോലെ ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ കുറവുകൾ ക്ഷമിക്കണമേ, അവിടെ പരാജയങ്ങൾ ക്ഷമിക്കണമേ, അവിടെ ജീവിതത്തിൽ വന്നു തെറ്റുകുറ്റങ്ങളെയൊക്കെ ക്ഷമിച്ച് സകല ജനത്തോടും കരുണ കാണിച്ച് അവിടെ കഷ്ടം എന്നവരെ ഉയർത്തണമേ. എല്ലാ സങ്കടങ്ങളും വിടിവിക്കണമേ. ഏതെല്ലാം സാഹചര്യത്തിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ആ സ്ഥിതിക്കുന്ന പകൽ മാറ്റം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെ ദൈവദാസ ലോകമുള്ള സഹായക്കാല വിശ്വാസികളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്തെടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.